കൊടുംകുറ്റവാളി അലക്സേജ് ബെസിയോക്കോവിനെ ഇന്ന് രാവിലെയാണ് കേരള പോലീസ് ഡൽഹിയിലെത്തിച്ചത്. പട്യാല കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ അടുത്ത ദിവസങ്ങളിൽ ഇന്റർപോളിന് കൈമാറും. അമേരിക്ക തേടുന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇയാൾ. ഇന്റർപോൾ CBI വഴി നൽകിയ വിവരമാണ് ഇയാളെ കുടുക്കിയത്. അലക്സേജ് ബെസിയോക്കോവ് കഴിഞ്ഞ ദിവസമാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. വർക്കലയിലെ സോയ ഹോംസ് എന്ന ഹോം സ്റ്റേയിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. ഹോം സ്റ്റേയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജാണ്. അപ്പോൾ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിംഗ് ചെയ്തിട്ട് ഇത് വീടാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും പുള്ളി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു. പുള്ളി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബിക്കോസ് അന്ന് വൈകിട്ടായിരുന്നു പുള്ളിയുടെ റിട്ടേൺ. അപ്പോൾ പുള്ളി ചോദിച്ചു, പോലീസിനെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി. അപ്പോൾ പുള്ളി കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു. പിന്നെ പുള്ളി പറഞ്ഞു 1 സെക്കൻഡ് ഞാനിപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറെയും ടീമിയും ഉടനെ വിളിച്ചു. ഈ അലക്സേജിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. വർക്കല SCP ഗോപകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ. സോ ഈ പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അതിൻ്റെ പേര് ഗ്യാരൻടെക്സ് എന്നാണ്. ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസം വെയർ അറ്റാക്സ് ചെയ്യും. അതിൽ നിന്ന് വരുന്ന വരുമാനം, നാർക്കോട്ടിക് ഡീൽസിൽ നിന്ന് വരുന്ന വരുമാനം, ഈവൻ OSM ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം, ഈ വരുമാനമൊക്കെ ഹാക്കൊക്കെ കുറേ വലിയ കോർപ്പറേറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ. അപ്പോൾ ഇതുവരെ ഈ ഗ്യാരൻടെക്സിൽ ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് 1263 crores. കഴിഞ്ഞ 5 വർഷമായി ഇയാൾ വർക്കലയിൽ വരാറുണ്ട്. ഹോം സ്റ്റേ സ്ഥിരമായി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് ഹോം സ്റ്റേക്ക് വർഷാവർഷം ഇയാൾ വാടകയായി നൽകുന്നത്. കുറ്റവാളികൾ വർക്കലയിൽ തമ്പടിക്കുന്നതിൽ നാട്ടുകാരും ആശങ്കയിലാണ്. ഇത്രയും ഗ്രാവിറ്റി ഉള്ളൊരു ക്രിമിനൽ നമ്മുടെ കൺട്രീസ് ക്രോസ് ചെയ്ത് ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ അധികാരികളെ കേന്ദ്ര സേനകളിലുള്ള ആൾക്കാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്നൊരു വീഴ്ചയാണ്. നേരത്തെ വർക്കലയിൽ തമ്പടിച്ചിരുന്ന റഷ്യക്കാരെ മയക്കുമരുന്ന് ഇടപാടിന്റെ പേരിൽ നാട് കടത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.